ട്രെയിൻ ലേറ്റാണ് കഴിയും. ഇത് മറ്റേ കരൈക്കൽ എറണാകുളം ട്രെയിനാണ്. ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഇത് പല കോച്ചുകളും കണ്ടു കഴിഞ്ഞാൽ തുരുമ്പിച്ചിരിക്കുന്ന പോലത്തെ കോച്ചുകളാണ്. നല്ല നാറ്റം, നല്ല വൃത്തികെട്ട ട്രെയിൻ. എറണാകുളം കാരയ്ക്കൽ എന്ന് പറഞ്ഞൊരു ട്രെയിനാണ്. എൻ്റെ ദൈവമേ, ഇന്നത്തെ യാത്ര ചെയ്യുന്നവരെ സമ്മതിക്കണം. പരസ്യം കണ്ട ഗൈസ്, നമ്മ അണ്ണാച്ചിക്കടൈ ഇപ്പോൾ ഓൺലൈനിലാണ്. നമ്മ അണ്ണാച്ചിക്കടൈ യെസ്. അപ്പോൾ ചെന്നൈ തിരുവനന്തപുരം മെയിൽ അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല വൃത്തിയുള്ള ട്രെയിനാണ് കേട്ടോ. ഇത് കൊള്ളാം. നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ്. അപ്പൊ ഇതെന്തുവാ മോളിലൂടെ പോകുന്നത്? നമ്മളെ പാർക്കിന്റെ അടിപൊളി അപ്പോഴേക്കോ മെട്രോ പാർക്കിന്റെ അടിപൊളി ആൾക്കാർ ഉറക്കുക. ഇനി ഫസ്റ്റ് മിണ്ടുന്നവൻ ഡോങ്കി. മിണ്ട് മിണ്ട് ഡോങ്കി ട്രെയിനിൽ കയറി നമ്മൾ തിരുവനന്തപുരത്ത് 4 മണിക്കൂർ. നാലര മണിക്കൂർ 11:30 ഇപ്പൊ ട്രെയിൻ ഇപ്പൊ ലേറ്റ്. 1/2 മണിക്കൂറല്ലേ ഇത്? 1 മണിക്കൂർ ലേറ്റാ. പക്ഷെ അവിടെ 1 മണിക്കൂർ ഏർലി എത്തും. ഭാഗ്യം. ഇനി പിന്നെന്താണ് ഡോങ്കി. ചേത ഇവിടെ രാവിലെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചേത നീ ഇത്ര സിസ്റ്റമാറ്റിക് ഒക്കെ ആയോ? ഡയറി ഒക്കെ എടുത്ത് എഴുതിയൊക്കെ തുടങ്ങിയല്ലോ. ശ്വേതയ്ക്ക് പൈസ കിട്ടുന്നില്ല എന്നാ ശ്വേത പറയുന്നത്. ശ്വേതയാണ് ഇപ്പോഴത്തെ എൻ്റെ ഓൾ ഇൻ ഓൾ. എൻ്റെ മാനേജർ, എൻ്റെ ഭാര്യ, പിന്നെന്താണ് നീ ചെയ്യുന്നത്? എൻ്റെ കൊച്ചിൻ്റെ അമ്മ, പിന്നെ എൻ്റെ എല്ലാം. പിന്നെ നമ്മുടെ ടെക് ട്രാവലിറ്റിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, ചാറ്റ് വിത്ത് ഭക്തൻ പോഡ്കാസ്റ്റിൻ്റെ എല്ലാം എല്ലാ കാര്യങ്ങളും പോഡ്കാസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതും പോഡ്കാസ്റ്റ് ശ്വേതനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗുഡ് നൈറ്റ് ഋഷി കേട്ടോ. ഉറങ്ങിക്കോ, കണ്ണടച്ചിടണം കേട്ടോ. ഓക്കെ ബൈ ബൈ. ചുമ്മാ കിടന്നോ. ഞങ്ങൾ കോട്ടയം എത്തി. ട്രെയിനിൽ ഇതുവരെ ഫുഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഞാനിവിടെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഫുഡിൻ്റെ ആൾക്കാർ ആരും ഇല്ല. ഒരു കടയിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് വട കിട്ടി. അവർ പറയുന്നത് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കുറവാണ് എന്നാണ് പറയുന്നത്. ഗ്യാസിൻ്റെ ക്ഷാമം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയ സമയത്തൊക്കെ എനിക്ക് ഫുഡ് കിട്ടാൻ ഭയങ്കര പാട്. കാരണം റെസ്റ്റോറൻറ്റുകളൊന്നും ഓപ്പൺ അല്ല, കാരണം എവിടെയും ഗ്യാസ് ഇല്ല. എത്ര കഷ്ടമാണെന്ന് എനിക്ക്. എന്തൊരവസ്ഥയല്ലേ. യാത്ര ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീ എന്തോ അമ്മയുടെ മേളിൽ കയറി കിടക്കുന്നത്? അതിന് മനസ്സിലായോ? ഇവിടെ ഫുഡ് കിട്ടാനില്ല. ഞാൻ ആ കടയിൽ ചോദിച്ചപ്പോൾ പറയാം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുഡുകാരും ഇല്ല എന്ന്. എന്നോടാ വേണോ? വേറൊന്നുമില്ല, ഇതേ ഉള്ളു. എന്തുവാ ഇവിടെ? ഞാൻ ഉറങ്ങട്ടെ. ഉറങ്ങാൻ സമ്മതിക്കരുത് കേട്ടോ. ശല്യപ്പെടുത്തുന്നേ. ഉറങ്ങണ്ട. നീ താഴെ ഇരുന്ന് കളിച്ചോണ്ടിരുന്നല്ലേ. ഞാൻ കുറച്ച് നേരം ഉറങ്ങി. എന്നെ കിടത്തിയിട്ടില്ല. അമ്മയാണ് ടോയ്. വേണ്ട, അപ്പ മതി ഇപ്പൊ അല്ലേ? അല്ലടാ, ഞാൻ ഓർക്കൂല. ഞാനിരുന്നു താഴെ. രാജധാനി ഒന്നും ഇല്ലടോ. രാജധാനി രാത്രിയേ ഉള്ളൂ ട്രെയിൻ. അപ്പൊ നിന്റെ പറ്റിക്കുവാ. ഞാൻ എടുക്കൂല. ഇല്ല. മൺട്രോത്തുരുത്തൊക്കെ കഴിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ലടി. ഞാൻ ഉറങ്ങിപ്പോയി. ഇവനാണെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ അവന് ശല്യപ്പെടുത്തു. ശ്വേത അടങ്ങുമ്പോൾ ശല്യപ്പെടുത്തു. അവനാണ് ഉറങ്ങത്തുമില്ല. ഫുഡൊന്നും കിട്ടിയില്ല നമുക്ക്. ഈ സാധനം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് മാത്രം കിട്ടി. അതെങ്കിലും കിട്ടിയല്ലോ, അതന്നെ വലിയ കാര്യം. മൺട്രോത്തൊട്ട് വരുന്നേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയായി കോട്ടയം എത്തിയപ്പോൾ അല്ലേ? കുറയുമ്പോൾ ഇന്നത്തെ ആൾക്കാർ വളരെ വളരെ കുറവാണ്. കടലാണോ? നല്ല കായലല്ലേ? കായലല്ലേ? ലിറ്റിൽ ഹാർട്ട്സ്
അപ്പ Little words and a little heart. ലിറ്റിൽ ഹാർട്ട്സ്. അപ്പ നമ്മളിപ്പോ എവിടെ എത്തി? അറിയില്ല. നേത്രാവതി പോകുന്നു. നേത്രാവതിയിലാണ് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ പെട്രോളും ഡീസലൊക്കെ കിട്ടാത്ത സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ആണോ? നമ്മൾ തിരുവനന്തപുരം എത്തി. നമ്മള് ഇറങ്ങണ്ടേ? എത്ര WP7? ഇതേതാ? മൈജിയുടെ പരിചയമുള്ള WP7. വെരി ഗുഡ്. നമ്മളങ്ങനെ തിരുവനന്തപുരം എത്തി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. നീ പോയി തൊട്ടിട്ട് വാ, ഞാനില്ല. അത് മൊത്തം വൃത്തിയാടാ. അതെല്ലാം ഇങ്ങോട്ട് വാ. ഞങ്ങൾക്ക് ട്രെയിനിൽ പട്ടിണി ആയിരുന്നുകൊണ്ട് ഞങ്ങളിവിടെ ആര്യാസിൽ വന്ന് എന്തുവല്യ പപ്പടമാണോ അത്? അയ്യോ, ഇതുണ്ടോ? ഇത് ദോശ. അവർക്ക് ഇപ്പോൾ ചോറ് വരും. ചോറ് കഴിക്കാൻ പോകണം അവർ. പിന്നെ ഞാനൊരു ഉബർ റെൻറ്റിനെടുത്തു. ഒരു റെൻ്റലായിട്ട് കിട്ടുമല്ലോ നമുക്ക്, ഇത്ര മണിക്കൂറത്തൊന്നും പറഞ്ഞുകൊണ്ട്. സോ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമല്ലോ. ഹോട്ടൽ റൂമിലാണ്. തിരുവനന്തപുരത്ത്. ഓക്കെ, തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഹോട്ടൽ റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോഫി ഇതിന്റെ സാധനങ്ങളുണ്ട്. ഓക്കെ, വാർഡ്രോബ്. ഇതാണ് ബാത്റൂം. ഓക്കെ 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 പറയട്ടെ, നിനക്ക് എന്തോ അവൻ പറയട്ടെ. അവൻ ട്രൈ ചെയ്യുന്നതല്ലേ, പറ. പിന്നെ ബ്രഷ് ഉണ്ട്, ഹെയർ ഡ്രയർ ഉണ്ട്. അയ്യോ, കറണ്ട് പോയി. ഇതാണ് ബാത്റൂം. യെസ്. ശ്വേത, ഇതാണ് ബാത്റൂമേ. അവിടെ അതെന്തിനാ ബാത്റൂമിൽ ഫോൺ വെച്ചിരിക്കുന്നേ? ആണോ? അത് ശരി, അങ്ങനെ അതിനാണല്ലേ ബാത്റൂമിൽ ഫോൺ വെച്ചിരിക്കുന്നേ. ഇതിനകത്ത് ടൈം കണ്ടോ ശ്വേത? ഇത് കണ്ടോ? ഇത് ടൈമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം കണ്ടോ? ഇത് നമ്മൾ ഈ കുളിച്ച് കഴിയുമ്പോഴത്തേക്കിനും വേപ്പറൈസ്ഡ് ആവുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയുള്ള സാധനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? ഇറ്റ്സ് നൈസ്. ലൈറ്റും കൊള്ളാം പരിപാടി. പിന്നെന്തുണ്ട്? പിന്നെ ബെഡ്. അത്രല്ലേ ഉള്ളൂ? ഓക്കെ. എല്ലാ സോഫയുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. അതാണ്. ഇത് കണ്ടോ ഋഷിപ്പ നിൽക്കുന്ന എവിടാന്ന്? ഒരു പേടിയില്ല കണ്ടോ? നോക്ക് ഇവിടെ. എന്താ അമ്മ നിങ്ങളുടെ പരിപാടി? എന്താ ചെയ്യുന്ന ഋഷി? എന്താ ചെയ്യാൻ പോകുന്നേ? സ്റ്റക്ക് ആകുവാണോ? അത് മാഗ്നറ്റ് സ്റ്റിക്ക് ആകുവാന്നാണോ ഉദ്ദേശിച്ചത്? ഓ, അത് ശരി. ഇതിന്റെ പേരെന്താ? ഇതൊരു കളിയാണ്. എല്ലാവർക്കും ഈ 2 വീതം ഉണ്ട്. ഈ 2 ദൈവമേ, എന്തൊക്കെ പരിപാടികളാണ്. അത് ദൂരെ ദൂരെ വെക്കണം. അത് ഒന്നായി കഴിഞ്ഞാൽ ദാറ്റ് ഫുൾ തിങ് ഇസ് യോർസ്. ഒന്നായി കഴിഞ്ഞാലോ? ഇത് തീർക്കണം, ഈ ഗട്ടി തീർക്കണം. അതായത് ഞാനിവിടെ വെച്ചു. ഓക്കെ, ഋഷി വെക്കില്ലേ? ഋഷി ഇപ്പൊ വെച്ചില്ല ഒരെണ്ണം. ഇനി നെക്സ്റ്റ് മൈ ടേൺ. ഓക്കേ, അപ്പോൾ ഇനി ഋഷിയുടെ ടേൺ. നൗ യുവർ ടേൺ. എന്റെ ടേണാ? അപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. എവിടെ വേണമെങ്കിലും വെക്കാം. ശരി. പക്ഷേ once this becomes like this, it comes to you. ശരി. This is for you. ഓക്കേ. ഓക്കേ. അതിപ്പോ എങ്ങനെ വരാനാ? നമ്മൾ മാറ്റി വെച്ചാൽ വരത്തില്ലല്ലോ. വരത്തില്ല. പക്ഷെ അതാണ് നമ്മുടെ കളി. ഓക്കെ, ശരി. ഓക്കെ, ഞങ്ങൾ കളിക്കട്ടെ. വീഡിയോ കാണാൻ ഉറങ്ങാനല്ലേ? എന്നിട്ട് ഞാൻ വീഡിയോ കാണാൻ വേണ്ട. ഞങ്ങള് പോഡ്കാസ്റ്റ് ഷൂട്ടിനായിട്ട് പോകാനായിട്ട് വണ്ടിയിൽ കാറിൽ കയറിയപ്പോഴത്തേക്കിന് ഋഷി ഉറക്കം തൂങ്ങി. ഉറക്കം തൂങ്ങി വീഴുന്ന. നിന്നോട് ട്രെയിനിൽ വെച്ച് ഉറങ്ങാൻ പറഞ്ഞപ്പോ നീ ഉറങ്ങിയില്ല. ഹോട്ടലിൽ ചെന്നപ്പോ ഉറങ്ങാൻ പറഞ്ഞപ്പോ നീ ഉറങ്ങിയില്ല. ഇനി തിരിച്ച് നീ റൂമിൽ പോയി ഉറങ്ങിയാൽ മതി കേട്ടാ. ഞങ്ങളിവിടെ ഒരു സ്റ്റുഡിയോ റെൻ്റ് എടുത്തിട്ട് ഇവിടെ ഷൂട്ടായിരുന്നു. ഇവിടെ ഒരാൾ താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഒരു 1.5 മണിക്കൂറായിട്ട് ഇപ്പം ആ ബീൻ ബാഗിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങുകയാണ് ഇവിടെ. ഇടയ്ക്ക് എണീറ്റ് അതൊന്നും ഇടയ്ക്ക് നമ്മൾ മിണ്ടരുതെന്നും പറഞ്ഞു. അവ താനെ വീണ്ടും കിടന്ന് ഉറങ്ങിയതാണ്. കണ്ണു തുറന്ന് നോക്കിയായിരിക്കും പാവം. കണ്ണ് തുറന്ന് നോക്കിയെന്നല്ല, അവനുണ്ടോ ഉറക്കത്തിൽ കണ്ണ് നെറ്റി എണീറ്റതാ.
പിന്നെ ഉറക്കം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ താനെ ഉറങ്ങിപ്പോയത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ പോഡ്കാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കടന്നപ്പള്ളി എന്താ പറഞ്ഞ ഇൻട്രോയിൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻട്രോ പറഞ്ഞു. അതിനകത്ത് കുഴപ്പമില്ല, അത് ഫണ്ണായിട്ട് എടുത്ത് ആ ഒരു രീതിയിൽ പോയി. നമ്മുടെ ദേവസ്വം കാര്യങ്ങളും ശബരിമല പ്രശ്നങ്ങളും പിന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ, കേരളത്തിൽ ടൂറിസം കാരണം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുറേ ദീർഘവീക്ഷണം, പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള പോഡ്കാസ്റ്റ് ഇവിടെ ഷൂട്ട് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം. സോ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിന്ന് തിരിച്ചു പോകുന്നത്. ഹലോ ഋഷി, ഇവിടെ വേടാ. നീ എവിടെ ആയിരുന്നടാ? എവിടെയായിരുന്നു? ഉറക്കം ഇറങ്ങി. അത് ശ്വേത ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ആരോട്ടുണ്ട് ഇങ്ങടാ. എവിടെയാ ഉറങ്ങിയത് ഋഷി കിടന്ന്? ഋഷി ഇപ്പൊ എവിടെയാ ഉള്ളത്? ഹോട്ടലിലാണോടാ? എവിടെയാ നമ്മള്? സ്റ്റുഡിയോയിലാണോ? എൻ്റെ ഐപാഡിന്റെ മേളിൽ കയറി ഇരിക്കുന്നത് സ്റ്റുഡിയോ. ഇവിടെ ഒരു അങ്കിള് വന്ന് ഇപ്പൊ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പോയി. നീ ഉറങ്ങുമായിരുന്നു. ആ അങ്കിള് നിന്നെ നോക്കി. എങ്ങനെയുണ്ട് ശ്വേത പഴങ്കഞ്ഞി? സൂപ്പറല്ലേ? എന്തോ കഴിക്കുന്ന ഋഷി? അപ്പം സ്റ്റൂ ആണോ? വെരി ഗുഡ്. രാവിലെ ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. വെരി ഗുഡ്. രാവിലെ ദോശ, ഉപ്പുമാവ്, ഇടിയപ്പമല്ല അപ്പം, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് വിത്ത് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിക്ക് അതിൻ്റെ ഒരു മിക്സ് ഇല്ലേ, അതാണ് അടിപൊളി. ഞാനാ മിക്സ് ചെയ്തേ. നമ്മുടെ കഞ്ചി, അവരുടെ പോറിജ്, കോഞ്ചി, കഞ്ചി, കേക്ക്, അതല്ല, പല നാട്ടില് പല സാധനങ്ങൾ എല്ലാവരും കഴിക്കുന്നത് ചോറിന്റെ കഞ്ഞി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചൈനയിൽ പോയ വി ഗെറ്റ് കോഞ്ചി. എന്താ? പിടിച്ചുതരാം, വെയിറ്റ്, ഞാനൊരു വീഡിയോ എടുക്കട്ടെ അപ്പാടെ. സോ ഹൗ ഡിഡ് യു ലൈക്ക് ഇറ്റ്? അതാണ് കേക്ക് കട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുത്തില്ല. അന്നും അത്രയും കഴിച്ചാൽ മതി. അപ്പൊ ഇവരെല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ വക്ത. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നപ്പോഴത്തേക്കിനും ഞാനും ആലോചിക്കും, പുള്ളി എന്താ രാവിലെ റൂം റെഡിയാക്കാൻ വേണ്ടി റൂം വൃത്തിയാക്കാൻ വേണ്ടി വന്നെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നപ്പോഴത്തേക്കിനും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു വെച്ച് ടവല് വെച്ചിട്ട് റോസാപ്പൂ ഒക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒരു കഴിവാട്ടോ സത്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര കഴിവാ. This is not part of my surprise. I'm sorry. This is a surprise to me myself. രണ്ടും കൂടെ ഈ പൊരും വെയിലത്ത് വെള്ളത്തിൽ കിടക്കുന്ന ഗൈസ്. ഒരു അപ്പനും മോനും. ഞാൻ ഇവിടെ തണലിൽ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. നോക്കൂ, തണലിലാണ് ഞാൻ നിൽക്കുന്നത്. കാലൊക്കെ പൊള്ളുന്ന ഇതേ ഉള്ളു വഴി. ഹലോ വാ. അതെ, എന്റെ കാലൊക്കെ പൊള്ളുന്നത് കേട്ടോ. അപ്പനും മോനും ഞാൻ ഓടിക്കും. അപ്പനും മോനും ഇവിടെ വഴക്കായി. ഇതാണ്ട് വഴക്ക് കൂടുന്നുണ്ടോ ഗൈസ്? വഴക്ക് കൂടുക. വഴക്കുണ്ടാക്കുന്ന അപ്പനും മോനും. ഭീഷണി. അവസാനം അവന്റെ അപ്പൻ വിജയിച്ചിരിക്കുന്നു. ഈ പൊരും വെയിലത്ത് രണ്ടും കൂടെ ടാൻ അടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ടാൻ അടിക്കാൻ വേണ്ടിയിട്ട് എന്റെ കാല് പൊള്ളുന്നു ഗൈസ്. അതെ, വഴക്കുണ്ടാക്കാതിരിക്കാവോ? എന്റെ കാല് പൊള്ളുന്നു, ഞാൻ പോവാ. അല്ല, എന്താ ഉദ്ദേശം? രണ്ടും അവിടെ പോയി നിക്കുന്നേ. നമ്മുടെ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ദിവസം
അപ്പോൾ ഇന്ന് ആരൊക്കെയാ ശ്വേത ഷൂട്ടുള്ളത്? ശ്രീലേഖ IPS. ശ്വേതയാണ് എന്റെ മാനേജർ കേസ്. പിന്നെ ശ്രീലേഖ അല്ല ശ്രീലേഖ. ശ്രീലേഖ IPS. I like her a lot. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. I'm excited to meet her. പിന്നെ that's why he was like, came ready. പഴയ DGP ആണേ. പിന്നെ ഇത് വിഷൻ ഏവിയേഷൻ. അങ്ങനെ കുറച്ച് ഷൂട്ടുകളാണ് ഇന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരുവല്ലയിൽ മാത്യു ടി തോമസ് ഉണ്ട്, പിന്നെ ആറന്മുളയിൽ കുമ്മനമുണ്ട്, പിന്നെ PC വിഷ്ണുനാഥ് ഉണ്ട് കൊല്ലത്ത്. ഗൈസ്, ഞങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, മൈക്കൊക്കെ അടുത്ത് വെച്ചേ. യെസ്, റെഡി. ഓക്കെ, നമസ്കാരം. യെസ്, നമസ്കാരം. ചാറ്റ് വിത്ത് ഭക്തന്റെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് ശ്രീ ഋഷി S. ഭക്തൻ. ഋഷി, വെൽക്കം ടു ചാറ്റ് വിത്ത് ഭക്തൻ. ഓക്കെ, സുഖമാണോ? ഓക്കെ, എന്താണ് വിശേഷം? ഇന്ന് എന്താണ് രാവിലെ ഭക്ഷണം കഴിച്ചത്? രാവിലെ എന്താ കഴിച്ചത്? മറന്നുപോയോ? അപ്പം കഴിച്ചു. ഓക്കെ, ഋഷിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ? ഓക്കെ, ക്രിക്കറ്റ് കളിക്കുന്നത് എങ്ങനെയാ? കാണിച്ചു തരൂ. വലിയ ബാറ്റാണ്. ഓക്കെ, പിന്നെ കുഞ്ഞു ബാറ്റ് ഉണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. പോഡ്കാസ്റ്റ് ചെയ്തോണ്ടിരുന്ന ആൾ ഇറങ്ങി ഓടി ഗൈസ്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും ഡോർ തുറന്ന് പിടിക്കണം. തുറക്കോ? തുറക്ക്. പോണം, സമയമായി, ട്രെയിനിന് സമയമായി, തിരിച്ചു പോകണ്ടേ? അമ്മൂമ്മ ഈസ് വെയിറ്റിംഗ്. തുറക്ക്, വേഗം തുറക്ക്, വേഗം തുറക്ക്, തുറന്ന് പിടിക്ക്. ശക്തി വേണം, ബലം വേണം, ബലം. അപ്പ ഋഷി മാച്ച് ആണോ? അപ്പ നീ റെഡും വൈറ്റും അല്ലേ ഇട്ടിരിക്കുന്നേ? അപ്പ എന്താ ഇട്ടിരിക്കുന്നേ? ബ്ലൂ അല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ മാച്ചാണോ? ആണോ? ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ സാറിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഋഷി അവിടെ ബെയിൻ ബാഗിൽ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി. പിന്നെ ശ്രീലേഖ മാഡത്തിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഋഷി അവിടെ എന്ത് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൊള്ളാത്ത ഞങ്ങൾ അവിടെ കളിച്ചു, ബുക്കിൽ എഴുതി. ഓക്കെ, പിന്നെ വേറെ 1-2 ഷൂട്ടുകളും ഉണ്ടായിരുന്നു. നിങ്ങൾ വരുമ്പോൾ കാണും. ഒരു 4 പോഡ്കാസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് ഷൂട്ട് ചെയ്തു. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഇവരെയൊക്കെ TV കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ ഇവര് ഈ രാഷ്ട്രീയ വാർത്തകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കാണുന്ന പോലൊന്നും അല്ല. നമ്മൾ ഇവരെയൊക്കെ നേരിട്ട് കാണുന്നത്. ഇവരൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദേ ഹാവ് ലോട്ട് ഓഫ് വിഷൻ. ശ്രീലേഖ മാം ഒക്കെ എനിക്ക് അവരുടെ ഓറ മാച്ച് ആവാൻ പറ്റിയില്ല. അതായത് നീ അകത്തിരുന്ന് കേൾക്കല്ലായിരുന്നോ? എനിക്ക് ശ്രീലേഖ മാമായിട്ട് അവര് ഒരു IPS ഓഫീസർ മാത്രമല്ല, കേരളത്തിന്റെ DGP ആയിട്ട് ഇരുന്ന, കേരളം മുഴുവനുള്ള പോലീസുകാരുടെ മേധാവിയായിട്ടിരുന്ന ഒരു ലേഡിയാണ്. അവരുടെ ആ ഒരു സുപ്പീരിയർ നേച്ചർ, ലൈക്ക് ഐ കുഡ് ഫീൽ ദാറ്റ് ടോക്കിംഗ് ടു ഹർ. മനസ്സിലായി ചേട്ടാ? എനിക്ക് ആ ഒരു ഓറ മാച്ച് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് ലൈക്ക് ഷീ സെഡ് നമ്മൾ ഇനി വീണ്ടും പോഡ്കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യാ, ഇനിയിപ്പോ നമുക്ക് എവിടേക്കാ പോകുന്നത്? ഇനിയിപ്പോ നമ്മുടെ പോഡ്കാസ്റ്റിന് വേണ്ടി ശരിക്കും നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് കേരള യാത്ര എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത് അല്ലേ? എല്ലാ മണ്ഡലങ്ങളിലൂടെയും ഒരു യാത്ര സമയമില്ല, ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇനി നമ്മൾ തിരുവല്ലയിൽ പോകും. അത് ആക്ച്വലി ഇലക്ഷൻസ് ഇത്രയും പെട്ടെന്ന് ആവുമെന്ന് ആരും വിചാരിച്ചില്ല. അതാണ് തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആയിട്ടുള്ള പോഡ്കാസ്റ്റിന് പോകും. അതിനുശേഷം ആറന്മുളയിൽ എന്റെ മണ്ഡലത്തിൽ പോകുന്നുണ്ട്. എന്റെ മണ്ഡലത്തിൽ ഓൾറെഡി നമ്മൾ വീണ ജോർജ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കുമ്മനവുമായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ തൃത്താലയിൽ പോകുന്നുണ്ട്. തൃത്താലയിൽ നമ്മുടെ VT ബൽറാമായിട്ടുള്ള പോഡ്കാസ്റ്റിന് പോകുന്നുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് അതിഥിയും കൂടെ വരുന്നുണ്ട്. ആ സർപ്രൈസ് അതിഥി വെരി സൂൺ, ഒരു എക്സ്ക്ലൂസീവ് അതിഥി. പിന്നെ കൊല്ലത്ത് PC വിഷ്ണുനാഥായിട്ടുള്ള പോഡ്കാസ്റ്റിന് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേരളം മുഴുവൻ അക്രോസ് ഉള്ള യാത്രകളാണ് നമ്മള്. പറ. ട്രെയിനിന്റെ സമയമായി. വാ പോവാം, വാ എനിക്ക് വാ. എന്നാ വാ, നേത്രാവതി പോവാം, വാ, കമോൺ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ സഞ്ജു സാംസനാണ് കേസ്. കേരള സവാരി ആപ്പിന്റെ പരസ്യമാണ് ഇവിടെ. അതാണ് സഞ്ജു സാംസൺ. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമുക്ക് നേരെ അകത്ത് കയറി പോകാം. സ്കാൻ യുവർ ലഗേജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വലിയ മെഷീനൊക്കെ ഉണ്ട്. പക്ഷെ നോക്കാനൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, നോക്കി ആരും എൻഫോഴ്സ് ചെയ്യുന്നില്ല. അതാണ്, മനസ്സിലായില്ലേ? എന്ത് സാധനം കൊണ്ടും റെയിൽവേ സ്റ്റേഷനകത്ത് കയറി വരാം. അതാണ് നമ്മുടെ ട്രെയിൻ. തിരുവനന്തപുരം ലോകമാന്യത്തിലേക്ക് നേത്രാവതി എക്സ്പ്രസ്. അതിലാണ് നമ്മൾ പോകുന്നത്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. തിരുവനന്തപുരത്ത് എസ്കലേറ്റർ ഉണ്ടേ. ഇവിടെ മുകളിലേക്കുള്ള എസ്കലേറ്റർ അവർ ഓഫ് ചെയ്ത് വെച്ചേക്കുക. എറണാകുളം താഴത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട്
ഇവിടെ വരുന്ന ആൾക്കാർ കഷ്ടപ്പെടണം. ലിഫ്റ്റ് ഉണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ അറ്റത്ത്. പ്ലാറ്റ്ഫോം ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട് സുരേഷ് പ്രഭാകര പ്രഭു, ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ. കാര്യം എന്താ, ഇതൊക്കെ തന്നെ അവസ്ഥ, ശോകം. സ്റ്റേഷൻ്റെ ഇങ്ങേ അറ്റത്താണ് നമുക്കിവിടെ ലിഫ്റ്റ് ഉള്ളത്, എലിവേറ്റർ ഉള്ളത്. അപ്പോൾ ഈ പെട്ടി കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒന്നുകിൽ പോർട്ടർമാരെ വിളിക്കണം, അല്ലെങ്കിൽ എലിവേറ്ററിൽ കയറി പോകണം. വാവ്, അടിപൊളി. നോക്കിയേ അവസ്ഥയാണ് ഗൈസ്. അതും ശോകം, അതും ക്ലോസ്ഡ്. ഇത് തുറക്കും വേട്ടാ, കംപ്ലൈൻറ്റാ? എസ്കലേറ്ററും എലിവേറ്ററും എല്ലാം കംപ്ലൈൻ്റ് ആണോ? അതും കംപ്ലൈൻ്റ് ആണ് ഗൈസ്. അതാണ് സംഭവം. അതും വർക്ക് ചെയ്യുന്നില്ല, അത് ഓഫായി കിടക്കുന്നു. അവിടെ എന്തോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വൻ പരാജയമാണ്. തിരുവനന്തപുരമാണ് തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലേ, ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് വല്ല മന്ത്രിമാരൊക്കെ വരികയാണെങ്കിൽ അന്നേരം ഓപ്പൺ ആവും എല്ലാം. സാധാരണക്കാരൻ സ്ട്രഗിൾ ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ട്രെയിൻ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ്. കയറിപ്പോന്നല്ലേ ശുചിത്വത്തിൽ ഒന്നുമില്ല. ഒരു വോട്ടർമാർക്ക് 100-150 കൊടുത്ത് അവർ കൊടുത്ത് വിടും. പക്ഷെ അതെല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ? ആണോ? അല്ല, എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? എല്ലാവർക്കും അത് പറ്റുമോ? സത്യം പറഞ്ഞാണല്ലോ, ഉളുപ്പുണ്ടോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അധികാരികളെ ഇതൊക്കെ ചെയ്യാൻ? നാണമുണ്ടോ? ഇത്രയും കാശ് വാങ്ങിച്ചില്ലേ ആൾക്കാരുടെ ഇത്? കഷ്ടമുണ്ട് കേട്ടോ. ഇവിടെ പണി നടക്കുകയാണ്, എല്ലാം ഓക്കെ. പക്ഷേ ആ എലിവേറ്ററും എസ്കലേറ്ററും ഒന്നും വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ശോകമാണ്. കയറിക്കോ. പ്ലാറ്റ്ഫോം 2-ൽ ഇറങ്ങാനുള്ള ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നു. അതുവഴി ഞങ്ങൾ ഇപ്പുറത്ത് ഇറങ്ങി വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിനിൽ വന്ന് കയറി. ആ കാണുന്നത് എൻ്റെ സീറ്റാണ് ഗൈസ്. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കുന്ന ആൾ എൻ്റെ സീറ്റ് തരുന്നില്ല. എന്താ വേറെ ട്രെയിൻ ഉണ്ടല്ലേ? മെഡിക്കൽ കാരൊക്കെ ആഹാ, അടിപൊളിയാണല്ലോ. എന്താണ് മാഡം പരിപാടി? ഞങ്ങൾ 3 സീറ്റ് ബുക്ക് ചെയ്ത് വന്ന ആൾക്കാർ ഞങ്ങൾ സസ്യായി ഗൈസ്. നമുക്ക് സീറ്റ് തരുന്നില്ല. എൻ്റെ അവസ്ഥ എന്തായിക്കോണേ ഗൈസ്. അങ്ങനെ നമ്മൾ അത് സോൾവ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അതെന്താ സംഭവം പറഞ്ഞല്ലേ, അതായത് അപ്പുറത്തൊരു പുള്ളിയുണ്ട്. പുള്ളിക്ക് വയ്യ, പുള്ളിക്ക് കിടക്കണം. അപ്പം ലൈക്ക് നമുക്ക് അലോ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ 3 ഫുൾ ടിക്കറ്റ്, നമുക്ക് കുഞ്ഞായിട്ട് 2 രീതിയിൽ ട്രാവൽ ചെയ്യാം. ഒന്ന് കുഞ്ഞിന് ബർത്ത് ഇല്ലാതെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാം. അതായത് ടിക്കറ്റ് അങ്ങനെ എന്തോ അല്ലേ, അങ്ങനത്തെ പരിപാടി ഉണ്ട്. 2 കുഞ്ഞിന് ഫുൾ ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് ബർത്ത് എടുത്ത് ട്രാവൽ ചെയ്യാം. ഫുൾ ടിക്കറ്റ് എടുക്കണം, അവന് 5 വയസ്സായി. അല്ല, എന്നാലും അങ്ങനെ 7 വയസ്സ് വരെ എന്തോ ഉണ്ട്. 7 വയസ്സ് വരെ എന്തോ ട്രെയിനിൽ അങ്ങനത്തെ പരിപാടി ഉണ്ട്. ഫുൾ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ഏസിൽ ട്രാവൽ ചെയ്യുന്നത് തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ വേണ്ടിയാണ്. നമുക്ക് 3 സീറ്റ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. 2 പേരുടെ സീറ്റാണ്, അത് 2 പേരുടെ സീറ്റാണ്. പിന്നെ റെയിൽവേയുടെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ റെയിൽവേക്ക് റൂളുണ്ട്. പകൽ സമയത്ത് നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ നിങ്ങൾ മുകളിൽ കയറി കിടക്കണം, താഴെ സീറ്റാണ്. പകൽ സമയത്ത് താഴെ നമുക്ക് ബർത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റൂളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അബിയോട് വിളിച്ചു പറഞ്ഞു, ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ചു. 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് എന്നിട്ട് അവൻ റെയിൽ മദാദിൽ കയറി കംപ്ലൈന്റ് ചെയ്ത് ട്രെയിൻ റെയിൽ മദത് എന്ന് വെച്ചാൽ സഹായം. റെയിൽ മദത് നമുക്ക് നേരൊക്കെ ഹിന്ദിയും അതാ ഞാൻ പറഞ്ഞത്. താങ്ക് യു. റെയിൽ മദതും കയറി കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. എന്നിട്ട് ട്രെയിൻ വിട്ട് 5 മിനിറ്റിനുള്ളിൽ ടി ടി ആഴും പിന്നെ വേറൊരാളും കൂടെ വന്നു. എന്നിട്ട് വളരെ സോഫ്റ്റായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്, അവർക്ക് സീറ്റാണ്, അപ്പം പുള്ളിക്ക് ഞാൻ അപ്പുറത്ത് വേറൊരു സീറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ടി ടി അവർക്ക് വേറൊരു സീറ്റ് കൊടുത്തു. പുള്ളിയുടെ ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി പുള്ളിയെ അവിടെ സെറ്റിലാക്കി. സോ ഹീസ് ഓൾസോ ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പം ശരിക്കും വഴക്കുണ്ടാക്കൊന്നും വേണ്ട. റെയിൽ മൊത്തത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. പിന്നെ ട്രെയിനിനകത്ത് ഇതുപോലെയുള്ള നമ്പർ ഉണ്ടാവും, ഇത് കണ്ടോ, ഇതുപോലുള്ള നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്ററും എലിവേറ്ററും വർക്ക് ചെയ്തില്ല, എവിടെ കംപ്ലൈൻറ്റ് ചെയ്യും? അതെനിക്കറിയത്തില്ല, അത് അവരോട് ചോദിക്കും. ഓക്കെ, പറഞ്ഞുതരാം. മദത് എന്ന് വെച്ചാൽ നിങ്ങൾ സഹായത്തിന് എന്ന് പറയത്തില്ലല്ലോ നമ്മള്. ഇല്ല, സഹായം എന്ന് തന്നെയല്ലേ പറയത്തുള്ളൂ. അതേപോലെ തന്നെയാണ് മടാഡല്ല. കഴിഞ്ഞ ദിവസം മടാഡ് ആരോ പറഞ്ഞു കേട്ടതാ, മടാഡാന്ന്. അത് മടാഡല്ല. അതിപ്പോ പുറത്തു പോയി കഴിഞ്ഞാലേ, അമേരിക്കയിലൊക്കെ പോയി കഴിയുമ്പോൾ പിള്ളേരുടെ പേര് മാധവാണെങ്കിൽ അവര് മാഡ് ഹാവ് എന്നേ പറയുള്ളൂ. അത് ഇംഗ്ലീഷ്കാര്, അല്ല മലയാളികള്. പരിഷ്കാരികളല്ലല്ലോ. അല്ല ഗൈസ്, പറഞ്ഞോ. എന്ത് സ്പീഡാടാ ട്രെയിൻ പോകുന്നത്. അയ്യോ,
ഉഴുന്നോടെ വന്നപ്പോ വിളിച്ചപ്പോ ആ ചേട്ടൻ കേട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടാന്നല്ലേ വിളിക്കട്ടെ, പയ്യാന്ന് വിളിക്കണം, അവർക്ക് മനസ്സിലാവില്ല മലയാളം. എന്നാലും ഞാൻ ഉഴുന്നോടെ എന്ന് പറഞ്ഞായിരുന്നു. ഉഴുന്നോടാന്നല്ല, മെതുവടാന്ന് പറയണം. അതിപ്പോ ഞാൻ എന്റെ അവൻ വെക്കുന്ന ഉഴുന്നോടല്ലേ? അവനറിയത്തില്ല ഉഴുന്നോടാ, മെതുവടാന്നല്ലേ അവനറിയത്തുള്ളൂ. ആ എനിക്ക് തന്നില്ല. ഉമ്മയാണോ? അമ്മയ്ക്ക് കൊടുക്കണ്ട, എനിക്ക് ഋഷിയുടെ ചാടി ഓടി കളിച്ചോണ്ടിരിക്കുക. ചാടി ഓടി കളിച്ചു. എങ്ങനെ ചാടി ഓടി കളിക്കുന്നത്? ചാടി കളി ഇങ്ങനെയാണ് ചാടി കളിക്കുന്നത്. എനിക്ക് തന്നില്ല. ട്രെയിനിലൊക്കെ ഇപ്പൊ ഹൽദിറാംസിന്റെ ഫുഡൊക്കെയാണ്. ആർക്കാ വേണ്ട? എന്തിനാ? ആണോ? അത് കുഴപ്പമില്ല, അമ്മൂമ്മ വേറെ വൈകിട്ട് നിനക്ക് വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. ഇല്ല, അത് ഒരെണ്ണം വേണം. ഇത് കഴിക്കേ. ട്രെയിനിന്ന് വാങ്ങിക്കാൻ അമ്മമ്മയ്ക്ക്. ആനവണ്ടി പോകുന്നു കരുനാഗപ്പള്ളി. നമ്മൾ കൊല്ലം എത്തി. കരുനാഗപ്പള്ളിക്ക് പോകുന്ന ആനവണ്ടി. നമ്മൾ കൊല്ലം എത്തി. കൊല്ലം നോക്കൂ. ആനവണ്ടി ദേ പോണു, ദേ കണ്ടാ ആനവണ്ടി പോകുന്നോട്ടാ. ആനവണ്ടി വന്നു, പ്രൈവറ്റ് ബസ്സും വന്നു. ഒരെണ്ണത്തിൽ എത്ര ഉണ്ട്? ചട്നി ദേദോ, ചട്നി ദേദോ. ഓരോ ആളുകൾക്ക് ഏതൊക്കെ ഭാഷ അറിയാം, ഇവൻ എങ്ങനെ അറിയാം? അവന് ആളും തരം അറിയാം, അവന് നല്ല പോലെ. ബസ് ബസ് ചില ഊട്ടമില്ലാത്ത ഉഴുന്നോടാ. ഞാനല്ലേ കാണിച്ചത്. കിഴുത്തുണ്ടോ ഉഴുന്നോടക്ക്? കിഴുത്തില്ല ഉഴുന്നോടക്ക്. എവിടെ? അല്ല, ഒരെണ്ണത്തിനുണ്ടോ ഒരെണ്ണത്തിനില്ല. അതിലും അങ്ങനെയാണ്. ഇതിനുണ്ടോ? ഇതിലും ഇല്ല. ഇത് ബോണ്ട പോലെ ഉണ്ട്, ബോണ്ട. നിങ്ങൾ എന്താ അവിടെ പരിപാടി? രണ്ട് പേരും കൂടെ എന്റെ കാലില് എന്തൊക്കെയാ വരച്ചു വയ്ക്കുന്നു. അത് എന്നാ പരിപാടിയാന്ന് നോക്ക്. രണ്ട് കാലിലും വരച്ചിട്ട് ഇരിക്കരുത്. ഇത്രക്കല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഋഷി അമ്മ പറഞ്ഞുതരാം എന്താ എഴുതുന്നതെന്ന്. ഇത് കഴിക്കാൻ പോവല്ലോ. ഇനി ഇവിടെ കിടന്ന് ബാളം ഉണ്ടാക്കി അപ്പുറത്തെ പാസഞ്ചേഴ്സ് നിനക്കെതിരെ കൊണ്ട് റെയിൽ പദ്ധതി കംപ്ലൈന്റ് കൊടുക്കും. ബാളമാണെന്ന് പറഞ്ഞിട്ട് മിണ്ടായിരുന്നു അവിടെ. കുഴപ്പമില്ല, ഇവിടെ കാണിച്ചില്ലെങ്കിൽ ഇവിടെ ഞാൻ പറ്റും. ഇത് പുതിയ ട്രെയിനാണോ പുതിയ കോച്ചാണോ അറിയില്ല. എന്തായാലും നല്ല വൃത്തിയുണ്ട്. ഇതിൻ്റെ സ്റ്റിക്കർ പോലും പറിച്ചു കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇത്രയും സംഭവമുണ്ട്. സോ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ സാധാരണ ട്രെയിന് 4 മണിക്കൂർ സമയമെടുക്കും. 2 മണിക്കൂർ ഉറങ്ങാം. തുറവൂരെത്തിയോടാ? തുറവൂർ നമുക്ക് ഇതിനെ തുറവൂർ ഇറക്കി വിട്ടാലോ? ഇറക്കിവിടാം ഋഷി, തുറവൂര് ഇറക്കിവിടാ. ഞങ്ങളുടെ ട്രെയിൻ ഇവിടെ മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. കുറെ നേരമായി. ചിലപ്പം ബിഫോർ ടൈം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്താ പരിപാടി? എന്താ ഓ, അഭിജിത്ത് ഭക്തനും ഉണ്ട് അവിടെ വീഡിയോ കോളില്. പണ്ടൊക്കെ നമുക്ക് ഓർമ്മയില്ലേ, ഇവിടെ ഈ ചാർട്ടൊക്കെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഞാനൊക്കെ പണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ചാർട്ട് ഒട്ടിച്ച് വെച്ച് നമ്മൾ പേരൊക്കെ നോക്കുമായിരുന്നു. നമ്മുടെ പേരതിൽ കാണുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, എല്ലാം ഡിജിറ്റലായി ഗൈസ്. ശ്വേത അഗോരി ഇതേ ഇപ്പുറത്ത്. ഇപ്പൊ അഗോരിയാണല്ലോ ട്രെൻഡ്. ഇത് കണ്ടില്ലേ? ഇവിടെ മൊത്തം അഗോരിയാണ്. നോക്കി എടാ, ആ ട്രെയിൻ നോക്കടാ, തുരുമ്പിച്ചിരിക്കുന്നടാ. നോക്കി അതിന്റെ ഡോറ് നോക്കി. ഇപ്പൊ പിടിയിടങ്ങാനും കൈ കൊണ്ടുകഴിഞ്ഞാൽ കൈ മുറിയും. വീട്ടിൽ പോയി കഴിക്കാമേ. അമ്മൂമ്മ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുത്തിന് കേട്ടോ. ഇന്റർസിറ്റി എക്സ്പ്രസ് ആയിരുന്നു അത്. അതെ, രണ്ടുപേരും കൂടെ തുറവൂര് ഇറങ്ങിക്കോ. പൊക്കോ. ചേതയുടെ വീടല്ലേ തുറവൂര്. ഞങ്ങള് തുറവൂര് എത്തിയപ്പോഴത്തേക്ക് രണ്ടുപേരും കൊണ്ട് അവിടെ പോയിരിക്കും. തുറവൂര് കാണാൻ ഇറങ്ങിക്കോ പൊക്കോ. ഗൈസ്, ഞങ്ങളുടെ വണ്ടി ഇവിടെ തുറവൂര് പിടിച്ചിട്ടു, എരമല്ലൂര് പിടിച്ചിട്ട്, തുറവൂര് പിടിച്ചിട്ട്. പക്ഷെ വണ്ടിയുടെ പേര് നേത്രാവതി എക്സ്പ്രസ് അല്ലേ? എക്സ്പ്രസ്. ഈ ഇവിടെ അല്ല, ഇപ്പൊ സിംഗിൾ ലൈൻ അല്ലേ? സത്യം പറഞ്ഞാൽ പണ്ട് ആലപ്പുഴ വഴി എളുപ്പം എത്തുമായിരുന്നു. ഇപ്പൊ കോട്ടയം വഴിയാണ് ഫാസ്റ്റ് ആയിട്ട് എത്തുന്നത്. കാരണം ഇവിടെ ഇപ്പോഴും ഡബിൾ ലൈൻ ആയിട്ടില്ലല്ലോ. അപ്പൊ വേറെ ഏതൊരു ട്രെയിൻ കടന്നു ആക്കിക്കൊണ്ടിരിക്കുക. അതിന് പണിയൊക്കെ തുടങ്ങി. ഇവിടുത്തെ നമ്മുടെ ഈ തൊറൂരല്ലേ ഇത്, അവിടെ നമ്മുടെ 2 റെയിൽവേ ക്രോസ് ഉണ്ട്. ഒരു റെയിൽവേ ക്രോസ് അവിടെ അടിച്ചിട്ടിട്ട് അടുത്ത റെയിൽവേ ക്രോസ്
തുറന്നു വിട്ടിട്ട് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതെ, മൊത്തത്തിൽ പിടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നേത്രാവതി എക്സ്പ്രസ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകാൻ 4 മണിക്കൂർ ആണ് ഈ ഒരു ട്രെയിനിന്റെ സമയം. 200 കിലോമീറ്റർ കണ്ടല്ലേ ഉള്ളൂ. 1:15 എത്താണ്ട, ഇപ്പൊ 1:45. നമ്മളിവിടെ പുറകിൽ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നേ ഉള്ളൂ. 1/2 മണിക്കൂർ അവിടെ പിടിച്ചിട്ടാണ് തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമുക്ക് വേഗത്തിലെത്തണമെങ്കിൽ ഒരു പരിപാടിയില്ല. പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇപ്പോഴും വൻ ശോകം കേട്ടോ. ശരിക്കും കേരളയിൽ എന്നൊക്കെ പറഞ്ഞ പദ്ധതികളൊക്കെ വന്നിരുന്നെങ്കിൽ എനിക്കൊരു സിൽവർ ലൈനോ വേറെ ലൈനോ അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇപ്പം തോന്നും. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ തോന്നും. ഭയങ്കര കഷ്ടമാണ് കേരളത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണമെങ്കിൽ. 3 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്ന ഏതൊരു ട്രെയിനാണെന്ന് അബി വിളിച്ചു പറഞ്ഞു. ആ ട്രെയിനിനെയാണ് ഈ കടത്തി വിടുന്നത്, തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ. വാവ്, ബ്യൂട്ടിഫുൾ. ഇവരുടെ കൺട്രോളിങ് ഭയങ്കര മോശമാണ് എപ്പോഴും അബി പറയും. ഇവർക്ക് കൺട്രോളിങ് ഓഫീസേഴ്സ് ഭയങ്കര അലമ്പാണെന്ന് അബി എപ്പോഴും പറയാറുണ്ട്. എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റി. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കയറി ഞങ്ങൾ ഇപ്പം 1 മണിക്ക് 1:15 എറണാകുളത്താണ്ട. ഇപ്പം 2 മണി കഴിഞ്ഞ് 2:15 എറണാകുളത്തിന് തൊട്ടിപ്പുറത്തുള്ള കുമ്പളം സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഇത് പോകാൻ വേണ്ടി നമ്മൾ ഇത്രയും നേരം കാത്തിരിച്ചു. 1 മണിക്ക് വീട്ടിൽ കണ്ട വണ്ടികളെല്ലാം അവർ പറഞ്ഞു വിടുവാണ്. ഫുഡ് പോയി കഴിക്കേണ്ട ഞങ്ങള് അതുകൊണ്ട് ഫുഡും കൂടെ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയാണ്. യെസ്, വേഗം വേഗം തിന്നു. അപ്പൊ ഈ വണ്ടി എപ്പോഴായിരിക്കും? 2 ദിവസം ലേറ്റ് ആയിട്ടായിരിക്കും മുംബൈ എത്തുന്നത്. മിക്കവാറും ആയിരിക്കും. എന്തൊരു ശോകപാടേ. ശരിക്കും ഉണ്ടല്ലോ, ഈ പണി അറിയാത്ത ആൾക്കാരാണെന്ന് തോന്നി ഇമ്മാരത് കൺട്രോൾ ചെയ്യുന്നത്. 3 വണ്ടിയാണ് അങ്ങോട്ട് കടത്തി വിട്ടേക്കുന്നത്. അതെല്ലാം ലേറ്റാ, നമ്മളെല്ലാം ലേറ്റാ. നമ്മള് 1:15 വരേണ്ട ട്രെയിൻ നമ്മുടെ എത്തിയിരിക്കുന്ന സമയം നോക്കി 2:30 കേസ്. 2:30. 200 കിലോമീറ്റർ യാത്രയിൽ 1.5 മണിക്കൂർ ലേറ്റ്. സത്യമാണ്. എനിക്കിവിടെ 2 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, 2:30 വേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്ത് റീഷെഡ്യൂൾ ചെയ്ത് റെഡിയാക്കി. സമയത്ത് ഒരു പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലായി. എന്താണ് ഇതിന്റെ ട്രെയിന് എന്തോന്നടേ 1 മണിക്കൂർ ലേറ്റ് എന്നൊക്കെ പറഞ്ഞാല് നീ ഇന്ത്യൻ റെയിൽവേ എന്നും പറഞ്ഞ് നടന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവിടെ? ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ആയിട്ട് ആളോട് പറയണം. എന്താ സംഭവിക്കുന്നത് ആക്ച്വലി? അത് സിംഗിൾ ലൈൻ അല്ല, നിങ്ങള് വരുന്ന വഴിക്ക് കണ്ട വണ്ടി രണ്ടും ലേറ്റ് ആയിരുന്നു. ലേറ്റ് ആയതാ പറ്റിപ്പോയത്. അപ്പൊ ഈ ലേറ്റ് ആവുമ്പോ ഇവർക്ക് ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കണ്ടേ? ഒന്നുമില്ല, സിംഗിൾ ലൈനിൽ അങ്ങനെ പ്രയോറിറ്റി ഒന്നുമില്ല. എല്ലാ വണ്ടിയും ലേറ്റ് ആണ് കേസ്. നമുക്ക് ഇന്ത്യൻ റെയിൽവേയിൽ വിശ്വസിച്ച ഒരു ട്രെയിനില് അതായത് 1 മണിക്കൂർ ലേറ്റ് ആവാൻ കാര്യം ഇവരിന്നലെ അവിടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഓൺ ആക്കി തമിഴ്നാട്ടില്. അതിന്റെ ഭാഗമായിട്ട് എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിട്ട് എല്ലാ വണ്ടിയും ലേറ്റ് ആയി. അടിപൊളി. മൊത്തത്തില് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് കേസ്, എല്ലാം കുളമാണ്. ഇതുവരെ ഇതൊന്നും ഒരു താളം റെഡിയാവാറായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളയിൽ കൊണ്ടുവന്നാലും അതിവേഗ റെയിൽവേ കൊണ്ടുവന്നാലും എന്ത് കൊണ്ടുവന്നാലും പുതിയ ട്രാക്കും പുതിയ പ്ലാറ്റ്ഫോമും പണിത് പുതിയ രീതിയിൽ ചെയ്താൽ മാത്രമേ ഇതൊക്കെ വെടിപ്പായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. എക്സിസ്റ്റിംഗ് സാധനത്തിൽ ഇതൊക്കെ ഓടിക്കണമെങ്കിൽ വലിയ പണിയായിരിക്കും. എന്തായാലും താങ്ക് യു, ബൈ.